നമുക്ക് ഹെൽത്തി ആയിട്ടൊരു ജ്യൂസ് ഇതുപോലെ കളറ് ചേർത്ത് ഉണ്ടാക്കാൻ പറ്റും. ബീട്രൂട്ടിൻ്റെ കളർ നമ്മുടെ കേക്കിനും ദോശയ്ക്കും ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ നല്ലൊരു കളറാണ്. അത് നമുക്ക് ജ്യൂസ് കണ്ടാൽ മനസ്സിലാവും. ബീട്രൂട്ടിൻ്റെ വിറ്റാമിൻസ് ഒക്കെ നമുക്കറിയാമല്ലോ. ബീട്രൂട്ട് കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് യുവത്വം നിലനിർത്താനും അതുപോലെ ഡെഡ് സെല്ല് മാറി നല്ല സെല്ലുകളും അതുപോലെ ബ്ലഡ് പ്രഷർ കുറയാനും BP കുറയൽ, പിന്നെ നമുക്ക് തലച്ചോറിൽ രക്തോട്ടം വരാനും അതുപോലെ എല്ലാത്തിനും വളരെയധികം ഉപയോഗമുള്ളതാണ് ഈ ബീട്രൂട്ട്. വിറ്റാമിൻ്റെ കലവറയാണ്. നമ്മുടെ ABC ജ്യൂസ് ഉണ്ടല്ലോ, ആപ്പിൾ, ബീട്രൂട്ട്, ക്യാരറ്റ്, അപ്പം അതിലൊരു ഇൻഗ്രീഡിയൻ്റാണ് ബീട്രൂട്ട്. നമ്മുടെ സർഗം കിച്ചണിൽ ചെയ്തിട്ടുണ്ട് ബീട്രൂട്ട് ABC ജ്യൂസ്. അപ്പോൾ ഇത് നമ്മൾ ഡെയിലി ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ടത് നല്ലതാണ്. ഇപ്പം നല്ല ചൂടുകാലമാണല്ലോ, അപ്പോൾ നമുക്ക് ബീട്രൂട്ട് ഡ്രൈ ഫോമിൽ എടുത്തു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യത്തിന് ഒരു സ്പൂണിട്ട് കലക്കി ജ്യൂസായിട്ട് കഴിക്കാം. ആ ഒരു റെസിപ്പിയാണ് ഈ വീഡിയോയുടെ കാണിക്കേണ്ടത്. ബീട്രൂട്ട് നമുക്ക് തോല് ചെത്തിക്കൊണ്ടുവരാം. ഇടത്തരം പോകുന്ന 3 ബീട്രൂട്ട് ചെത്തിയെടുത്തിട്ടുണ്ട്. കൈ കണ്ട നല്ല നാടൻ ബീട്രൂട്ടാണ്. കൈയൊക്കെ ചെത്തി വെച്ച് തന്നെ നല്ല റെഡ് കളറായി. ഇത് നമുക്ക് നല്ലോണം ഗ്രേറ്റ് ചെയ്തിട്ടെടുക്കാം. ഇതാണ് ഇവിടെ ഗ്രേറ്റ് ചെയ്യേണ്ടത്. നമുക്ക് ഇതിൽ ഒരു മീഡിയത്തിലിട്ട് ഗ്രേറ്റ് ചെയ്യാം. മൂന്ന് ബീട്രൂട്ട് നമ്മൾ നല്ലോണം ഗ്രേറ്റ് ചെയ്തു വേണ്ട. ഇനി ഇത് നമുക്ക് വെയിലത്ത് വെക്കണം. 2 ദിവസം ഉണങ്ങാൻ വെച്ച് കഴിഞ്ഞാൽ അത് നല്ല ഡ്രൈ പൗഡറായി കിട്ടും. അപ്പം നമ്മളൊരു പാത്രം സെറ്റ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് അതിൽ ബട്ടർ പേപ്പർ വെച്ചിട്ടുണ്ട്. നമ്മുടെ ബീട്രൂട്ട് അകത്തി ഒന്നിടാം. 2 ദിവസം വെയിലത്തിരുന്നൊന്ന് ഉണങ്ങണം. ഇതിൽ കൊള്ളണില്ലെങ്കിൽ വേറൊരു പാത്രത്തിലും കൂടി ഇടാം കേട്ടോ. ഇങ്ങനെ അകത്തി ഇടണം. അപ്പം നമ്മൾ 2 പാത്രത്തിലായിട്ട് ബട്ടർ പേപ്പർ ഇട്ട് നല്ലോണം പരത്തി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല വെയിലത്ത് നോക്കിയിട്ട് വെക്കാം. അപ്പോൾ ഒരു കൊട്ട കൊണ്ട് മൂടും ചെയ്യാം, അല്ലെങ്കിൽ പൊടിയൊക്കെ വരും. അപ്പോൾ നല്ല വെയിലുള്ള സ്ഥലത്ത് വെച്ച് 2 ദിവസം കഴിഞ്ഞിട്ട് നോക്കാം. അപ്പം നമ്മൾ ബീട്രൂട്ടൊക്കെ നമ്മൾ 3 ദിവസം നല്ല വെയിലത്ത് വെച്ചിട്ടുണ്ട്. അപ്പോഴാണ് ഇതുപോലെ ഇങ്ങനെ ഉണങ്ങി വരുന്നത്. വേറെ രീതിയിലും ഉണക്കണമെങ്കിൽ ഓവനിലോ അതുപോലെ എയർ ഫ്രൈയിലോ വെച്ചിട്ട് ഇങ്ങനെ ഉണക്കാം. ഇതിപ്പോൾ ഞാൻ സാധാരണ വെയിലത്ത് വെച്ച് ഉണക്കിയെടുത്തതിന് ഒരു 3 ദിവസം പിടിച്ചപ്പോഴാണ് ഇങ്ങനെ ആയത്. നമുക്ക് ഇനി ഇത് ചെറിയ ജാറിലിട്ട് പൊടിച്ചു കൊണ്ടുവരാം. ഇത് നമുക്ക് ഫൈനായിട്ട് പൊടിച്ചു കൊണ്ടുവരാം. അപ്പം നമ്മൾ ഫൈനായിട്ട് പൊടിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പം നമ്മൾ ബീട്രൂട്ടിൻ്റെ പൊടിയത് നമുക്കിത് സ്റ്റോർ ചെയ്ത് വെക്കുക. എന്നിട്ട് ആവശ്യത്തിന് ദോശയിലോ അതുപോലെ ജ്യൂസിലോ ഒക്കെ ചേർത്ത് കഴിഞ്ഞാൽ ഈ ആർട്ടിഫിഷ്യലായിട്ട് കളർ വാങ്ങാണ്ട് നമുക്കിതുപോലെ നാച്ചുറലായിട്ടുള്ള കളർ സ്റ്റോർ ചെയ്ത് വെക്കാം. നമുക്കിത് കുറച്ച് എടുത്തിട്ട് അരിച്ചിട്ട് എടുക്കാം. അപ്പോൾ നല്ല ഫൈൻ പൊടി കിട്ടും. കണ്ട ഇതുപോലെ നമുക്ക് വീട്ടിൽ സ്റ്റോർ ചെയ്ത് കഴിഞ്ഞാൽ ജ്യൂസ് തയ്യാറാക്കാനും അതുപോലെ കേക്കിനും ദോശയ്ക്കൊക്കെ ഈ ഒരു കളർ ഉപയോഗിച്ചാൽ മതി. പുറത്തുനിന്ന് ഒരു കളറും നമുക്ക് വാങ്ങിക്കേണ്ട ആവശ്യമില്ല. ഇതുപോലെ നല്ല പിങ്ക് കളറ് കിട്ടും. അരിച്ചെടുത്തിട്ടുണ്ട്. നല്ല ഫൈൻ പൊടി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ. അപ്പം ഇങ്ങനത്തെ തരികൾ നമുക്ക് ഒന്നും കൂടി ഒന്ന് മിക്സി വേണമെങ്കിൽ ഒന്നും കൂടി ഒന്ന് അടിച്ചിട്ടെടുക്കാം, അല്ലെങ്കിൽ ഇതൊന്നും മാറ്റി വെക്കാം. ഇത് നമുക്ക് നല്ല ഉണങ്ങിയ ഒരു ചില്ലുകുപ്പിയിൽ എടുത്ത് വെച്ച് ആവശ്യാനുസരണം ഉപയോഗിക്കാം. ദോശ, കേക്ക്, ഷേക്ക്, അങ്ങനെ എന്തിനു വേണമെങ്കിൽ നമുക്കിത് ഉപയോഗിക്കാം. ഇത് കണ്ട നമ്മുടെ ഒരു ഉണങ്ങിയ ചില്ല് ബൗളിൽ ഇതെടുത്ത് വയ്ക്കാം. അപ്പം നമുക്ക് ആദ്യം ഒരു 2 ഐസിട്ട് ഒരു 1/4 സ്പൂൺ നമ്മൾ പൊടിച്ച് വെച്ച പൊടി ചേർക്കാം. നമുക്ക് വെള്ളം ഒഴിക്കാം. അപ്പം നമുക്ക് ആവശ്യത്തിന് പഞ്ചസാരയോ ചെറുനാരങ്ങയോ ഒക്കെ ചേർത്ത് ജ്യൂസായിട്ട് ഉപയോഗിക്കാം. ആവശ്യത്തിന് പഞ്ചസാരയും ചേർത്ത് നമുക്ക് നല്ലൊരു ബീട്രൂട്ട് ജ്യൂസായിട്ടൊക്കെ ഉപയോഗിക്കാം. വേറെ കളറൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഇതിൽ തന്നെ നല്ലൊരു കളറുണ്ട്. നമുക്കിതുപോലെ ഇത് സ്റ്റോർ ചെയ്ത് വെക്കാനും പറ്റും. എല്ലാവരും വീട്ടിൽ ഇങ്ങനെയൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു കളറാണ് നമുക്ക് കിട്ടുക. ഇതുപോലുള്ള പാചക വീഡിയോകൾ ഇനിയും ലഭിക്കുന്നതിന് വേണ്ടി ഈ വീഡിയോയ്ക്ക് താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്കായി യൂട്യൂബിൽ സർഗം കിച്ചൺ എന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്യുക.